ഇടവണ്ണയിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഷോറൂം സാറ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, CPA ജംഗ്ഷൻ, CPA കോംപ്ലക്സ്, എടവണ്ണ. സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി, എടവണ്ണ, എടവണ്ണപ്പാറ, അരീക്കോട്, മഞ്ചേരി, നിലമ്പൂർ. വിജയകരമായ വർഷങ്ങൾ പിന്നിട്ട എടവണ്ണ എമിറേറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ്. എമിറേറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് നിയർ സീതി ഹാജി ബ്രിഡ്ജ്, നിലമ്പൂർ റോഡ്, എടവണ്ണ. അരഞ്ഞിക്കൽ ഗ്രാനൈറ്റ് യൂണിറ്റ്, പത്തപ്പിരിയം, എടവണ്ണ. ഞങ്ങളുടെ സഹോദര സ്ഥാപനങ്ങൾ അൽമദീന ഗ്രാനൈറ്റ് മെറ്റൽ, പന്നിപ്പാറ, തൂവക്കാട്. ബ്രദേഴ്സ് ഗ്രാനൈറ്റ് യൂണിറ്റ് മെറ്റൽസ്, പാലപ്പറ്റ. തനിക്കെതിരെയുള്ള സൈബർ അതിക്രമങ്ങളിൽ പ്രതികരണവുമായി എടവണ്ണ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹംന അലി അക്ബർ. വാർഡിൽ വികസന പ്രവർത്തനങ്ങൾ നടത്തിയതിന്റെ പേരിൽ വേട്ടയാടപ്പെടുന്നു എന്നാണ് ഹംന പറയുന്നത്. വാർഡിലെ വികസന തുടർച്ചയ്ക്ക് ടി അഭിലാഷ് വിജയിച്ചു കയറുമെന്നും അവർ പറഞ്ഞു. നമുക്കറിയാം, നമ്മൾ പഞ്ചായത്ത് ഇലക്ഷന്റെ ഏറ്റവും അവസാന ഘട്ട പ്രചരണങ്ങളിലാണ് ഇന്ന് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 5 വർഷക്കാലത്തോളമായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ 2ാം വാർഡിന്റെ ഭാഗത്ത് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. വികസന പ്രവർത്തനങ്ങൾ നടത്തിയതിന്റെ പേരിൽ വേട്ടയാടപ്പെടുന്ന വേറെ ആരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കഴിഞ്ഞ 5 വർഷക്കാലത്തോളം ഇത്രയൊക്കെ കാര്യങ്ങൾ ഇവിടെ ചെയ്തിട്ടും നിരന്തരമായിട്ട് കുറച്ച് സൈബർ ഗുണ്ടകൾ എന്നെ ആക്രമിക്കുകയാണെന്ന് തന്നെ പറയണം. നിങ്ങൾ കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്ക് മുമ്പ് സോഷ്യൽ മീഡിയയിലുള്ള വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരാളെ ഇത്രമാത്രം വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിലേക്കുള്ള പരാമർശങ്ങൾ അടങ്ങുന്ന രീതിയിലുള്ള വീഡിയോസാണ് നിരന്തരമായിട്ട് UDFന്റെ പ്രവർത്തകരിൽ നിന്നുള്ളത്. ഞാൻ ഒരു ഘട്ടം വരെ ഞാൻ ആ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ ഇതൊക്കെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമാണ് എന്ന് ചിന്തിച്ച ഒരാളായിരുന്നു. പക്ഷെ നമുക്കിതൊക്കെ കേട്ട് പരിചയം ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മളൊരു കുടുംബത്തിൽ ജീവിക്കുന്ന ആളുകളാണല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വീട്ടുകാർക്ക് ഇതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും അവരുടെ മനോനിലയൊക്കെ ഒരുപാടായപ്പോൾ വേദനിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതും അതിന് പ്രതികരിക്കുന്നതും എന്നുള്ളതാണ്. കാരണം ഇതുപോലെയുള്ള സൈബർ അറ്റാക്കുകൾ നമ്മളൊക്കെ ഓരോ കുടുംബത്തിൽ ജീവിക്കുമ്പോൾ എനിക്ക് എൻ്റെ കുഞ്ഞിനെ വരെ ആ രീതിയിലുള്ള സംസാരങ്ങൾ ഉണ്ടായപ്പോൾ പ്രതികരിക്കല്ലാതെ വേറെ മാർഗം ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഈ വിമർശനങ്ങളൊക്കെ ആ രീതിയിൽ ആ ലാക്കോട് കൂടി കാണാൻ പറ്റുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. പക്ഷേ അതിനെ മറികടന്നുകൊണ്ട് ഇതുപോലെയുള്ള വ്യക്തിഹത്യ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള പരാമർശങ്ങൾ ചെയ്യുമ്പോൾ അതിലുള്ള മനോവിഷമം ഈ ഒരു ഘട്ടത്തിലുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ഇപ്പോഴും UDFന്റെ പ്രവർത്തകർ പറയുന്നത് വികസനം ഇങ്ങോട്ടേക്ക് തൊട്ടു തീണ്ടിയിട്ടേ ഇല്ല എന്നുള്ള രീതിയിലുള്ള പ്രചരണങ്ങളാണ് അവർ ഇപ്പോഴും മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളതാണ്. പക്ഷെ കഴിഞ്ഞ 5 വർഷം മുമ്പ് ഞാനൊക്കെ പ്രചരണ രംഗത്തേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ഉദയ ക്ലബിന്റെ പരിസരത്ത് വെച്ചിട്ടുള്ള ഒരു ഫ്ലെക്സിൽ, അവരുടെ തന്നെ ഒരു ഫ്ലെക്സിൽ അവര് കണക്ക് കൂട്ടിയ ആ ഒരു 5 വർഷം അവർ ചെയ്ത പ്രവർത്തനങ്ങളെ കുറിച്ചിട്ടുള്ള ഫ്ലെക്സിൽ അവർ പറയുന്നുണ്ട് 99 ലക്ഷം രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ആ 5 വർഷക്കാലം അവർ ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. കൃത്യമായി ഇപ്പോൾ നമ്മൾ വെച്ചിട്ടുള്ള ഫ്ലെക്സുകളിലും മറ്റും ഒക്കെ നിങ്ങൾക്ക് തന്നെ ഇവിടെയുള്ള ചാത്തല്ലൂർ നിവാസികൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം തന്നെയാണ്. 18 കോടിയോളം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഈ കഴിഞ്ഞ 5 വർഷക്കാലത്തിനുള്ളിൽ നമ്മുടെ KK ചാത്തല്ലൂരിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ചോലാറയിലും അതുപോലെ തന്നെ നമ്മുടെ PHSCയുമായും റോഡ് വികസനത്തിലൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. ഭരണസമിതി വരുന്നതിന് മുമ്പ്, അതിന് തൊട്ട് മുമ്പുള്ള ഭരണസമിതി 8 വീടുകളായിരുന്നു നമ്മുടെ കിഴക്കേ ചാത്തല്ലൂരിൽ അനുവദിച്ചിരുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് വളരെ വിഭിന്നമായിക്കൊണ്ട് ഈ 5 വർഷക്കാലത്തിനുള്ളിൽ 85ഓളം വീടുകളാണ് നമുക്ക് ഈ 2ാം വാർഡിന്റെ വിവിധ പ്രദേശങ്ങളിലായി നമുക്ക് നൽകാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിൽ ഓരോന്നിന്റെയും അക്കമിട്ട് തന്നെ നമ്മൾ ഏതൊക്കെ ഭാഗങ്ങളിൽ എത്ര വീടുകൾ കൊടുത്തു എന്നുള്ളതിന്റെ കണക്കൊക്കെ നമുക്ക് പറയാൻ കഴിയും. ലൈഫ് ജനറൽ വീടുകളായിട്ട് 13ഓളം വീടുകൾ നമുക്ക് നൽകാൻ കഴിഞ്ഞു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് UDFന്റെ പ്രവർത്തകർ പറയുന്നത് 85 വീടുകൾ എന്ന് പറയുന്നത് പച്ച നുണയാണെന്നുള്ളതാണ്. അതിന്റെ എല്ലാവിധ കണക്കുകളും എൻ്റെ കയ്യിലുണ്ട്. പ്രധാനമായും ലൈഫ് ചോലാറയ്ക്ക് വേണ്ടി മാത്രം 13ഓളം വീടുകളാണ് നമ്മൾ നൽകിയിട്ടുള്ളത്. അതുപോലെ ലൈഫ് 2020 ജനറൽ വീടുകളായിട്ട് 14ഓളം വീടുകൾ നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞു. SC വീടുകൾ, ലൈഫിൽ തന്നെ SC കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ട് 12ഓളം വീടുകൾ നമ്മൾ കൊടുത്തു. PMAYയിൽ 14 വീടുകളാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഭൂമിയും വീടും എന്നുള്ള ഭൂരഹിത ഭവനരഹിത കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ട് വീടുകൾ നമുക്ക് 9ഓളം വീടുകൾ നമ്മുടെ 2ാം വാർഡിൽ കൊടുക്കാൻ കഴിഞ്ഞു. അതുപോലെ പുനരധിവാസ പദ്ധതിയിൽ 25ഓളം കുടുംബങ്ങൾക്കാണ് നമ്മൾ വീട് കൊടുത്തത്. ഇതൊക്കെ വീടെന്ന് പറയുന്നത് ഓരോ ആളുകളുടെ അവകാശമാണ്. അതുകൊണ്ട് തന്നെ ഇവരെ ഓരോ വ്യക്തികളെയും പരാമർശിക്കുന്നതിൽ പരിമിതി ഉള്ളത് കൊണ്ടാണ് അത് പറയാത്തത്. എന്നാൽ
UDFന്റെ പ്രവർത്തകർ, ഈ പറഞ്ഞ ലിസ്റ്റ് എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട്, UDFന്റെ പ്രവർത്തകർ ഇതുമായി ബന്ധപ്പെട്ട് എന്നോട് ആവശ്യപ്പെടുകയാണെങ്കിൽ അത് കൊടുക്കാനും തയ്യാറാണ്. അതുകൊണ്ട് 85 വീടുകളില്ല എന്നുള്ളത് വെറും നുണ പ്രചരണമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് UDFന്റെ പ്രവർത്തകർ നടത്തുന്നത് എന്ന് തന്നെ പറയാം. അവർ 8 വീടുകൾ കൊടുത്തത് നമ്മൾ 85 വീടുകൾ കൊടുത്തു എന്നുള്ളത് ഒരു തെറ്റായിക്കൊണ്ട് അപഹാസ്യമായിട്ടുള്ള രൂപേണ സംസാരിക്കുക മാത്രമാണ് കഴിഞ്ഞ കുറഞ്ഞ ദിവസങ്ങളിലായിട്ട് ഇവിടെ നടത്തുന്നത് എന്ന് പറയാം. അതുപോലെ തന്നെ PHC ചാത്തല്ലൂരിൽ നമ്മുടെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഇപ്പോൾ പോകുന്ന രോഗികൾക്കറിയാം അവിടെ എത്രമാത്രം അടിസ്ഥാന സൗകര്യങ്ങളും മറ്റും നമ്മൾ ഈ ഒരു 5 വർഷ കാലയളവിൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം രാവിലെ മുതൽ ഉച്ചവരെ മാത്രം OP ഉണ്ടായിരുന്ന സാഹചര്യത്തിലാണ് ഇന്ന് നമ്മൾ രാവിലെ മുതൽ 6 മണി വരെ OP, സായാഹ്ന OP എന്നുള്ള സംവിധാനം കൊണ്ടുവരുന്നതും പഞ്ചായത്ത് തന്നെ നേരിട്ട് സാലറി കൊടുത്തുകൊണ്ട് ഒരു ഡോക്ടറെയും അതുപോലെ ഫാർമസിസ്റ്റിനെയും എന്താ പറയുക നിയമിക്കുന്നതും ഉള്ള പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ളത്. അതുപോലെ അടിസ്ഥാന സൗകര്യങ്ങൾ, ഇത്രത്തോളം അടിസ്ഥാന സൗകര്യങ്ങൾ നമ്മുടെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ചെയ്തിട്ടുള്ള ഒരു കാലഘട്ടം ഉണ്ടോ എന്നുള്ളത് ഇവിടുത്തെ നല്ലവരായിട്ടുള്ള ആളുകളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലാകും. നമ്മളൊക്കെ ഈ 5 വർഷം മുമ്പ് വന്നപ്പോൾ പൊളിഞ്ഞ് പോയിട്ടുള്ള ഷീറ്റിന്റെ ഒരു കൂടാരം മാത്രമായിരുന്നു ചാത്തല്ലൂർ കുടുംബാരോഗ്യ കേന്ദ്രം എന്നുള്ളത്. അവിടെ ഓരോന്നായി പഴയ ബിൽഡിങ്ങിന്റെ നവീകരണം പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുന്ന ഘട്ടത്തിലാണ്. അതുകൊണ്ട് മാത്രം ഇവിടെ പൂർണ്ണമായും വികസന പ്രവർത്തനങ്ങൾ എത്തില്ല. അതുകൊണ്ടൊരു പുതിയ ബിൽഡിംഗ് അനുവദിക്കണം എന്നുള്ള കാര്യങ്ങൾ ചെയ്യുന്നതും അതിന് NHMുമായി കൂടി ചേർന്നുകൊണ്ട് 30 ലക്ഷം രൂപ ചെലവിലൊരു പുതിയ ബിൽഡിംഗ് നിർമ്മിക്കുന്നതും അതിനും ഫണ്ട് അപര്യാപ്തമായതിനാൽ പഞ്ചായത്തിന്റെ എന്താ പറയുക ഓൺ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് 10 ലക്ഷം രൂപ കൂടി വകയിരുത്തിക്കൊണ്ട് ആ ഒരു ബിൽഡിങ്ങിന്റെ പ്രവൃത്തി പൂർത്തീകരിക്കുന്നതും എന്നുള്ള കാര്യങ്ങളൊക്കെ. അതുപോലെ ഓപ്പൺ ജിം, ഇപ്പൊ ഒരുപാട് സോഷ്യൽ മീഡിയയിലൊക്കെ എത്ര പറഞ്ഞിട്ടും മനസ്സിലാകാത്ത രൂപേണയുള്ള ഓപ്പൺ ജിമ്മുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദങ്ങളൊക്കെ ഉണ്ടാക്കാൻ UDFന്റെ പ്രവർത്തകർ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ കൃത്യമായി ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ്, 5 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് നമ്മൾ അവിടെ അതിന്റെ ഒരു ബേസ്മെന്റ് ഉണ്ടാക്കിയിട്ടുള്ളതും NHMുമായി കൂടി ചേർന്നുകൊണ്ട് അതിന്റെ ബാക്കിയുള്ള ഫണ്ട്, അതിന്റെ എക്യുപ്മെന്റ്സ് ഒക്കെ വാങ്ങാനുള്ള ഫണ്ട് ലഭ്യമാകുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ അത് കിട്ടാത്തത് കൊണ്ട് പഞ്ചായത്ത് ഓൺ ഫണ്ട് വകയിരുത്തിക്കൊണ്ട് 4 ലക്ഷം രൂപ എക്യുപ്മെന്റ് വാങ്ങാനുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും അതിന്റെ ടെൻഡർ നടപടികൾ പൂർത്തീകരിക്കുകയും പയ്യെ ആണെങ്കിലും അതിന്റെ ഉപകരണങ്ങളൊക്കെ നമ്മുടെ കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ലബോറട്ടറി, ഒരുപാട് ആളുകൾ ഈ സായാഹ്ന OPക്കും മറ്റുമൊക്കെ വരുന്ന സമയത്ത് അവിടെ ഒരു ലാബില്ല, ഒരു 10-15 രൂപന്റെ ടെസ്റ്റിന് പോലും മറ്റുള്ള പ്രദേശങ്ങളിലേക്ക് പോകേണ്ട സാഹചര്യം വന്ന ഘട്ടത്തിലാണ് നമ്മളൊരു ലബോറട്ടറി PHSയിൽ നമ്മൾ സ്ഥാപിക്കുന്നത്. ഇതുപോലെ ഒരുപാട് പ്രവർത്തനങ്ങൾ ചാത്തല്ലൂർ കുടുംബാരോഗ്യ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊന്നും പൂർണ്ണമാണെന്ന് ഒരിക്കലും നമ്മൾ അവകാശപ്പെടുന്നില്ല. നമ്മളെ ഏറ്റവും വലിയ ലക്ഷ്യമാണ് അവിടെ ഒരു കിടത്തി ചികിത്സ പോലെയുള്ള കാര്യങ്ങൾ കൂടി കൊണ്ടുവന്ന് കുറെ കൂടി നമുക്ക് ആളുകൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ നമ്മുടെ കുടുംബാരോഗ്യ കേന്ദ്രത്തെ വളർത്തിയെടുക്കുക എന്നുള്ളത്. അത് അഭിയേട്ടനിലൂടെ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കുടുംബാരോഗ്യ കേന്ദ്രത്തിനായി 84ഓളം ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ഇതുപോലെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ നടത്തിയിട്ടുള്ളത് എന്നുള്ളത് തീർച്ചയായിട്ടും അഭിമാനകരമായിട്ടുള്ളൊരു നേട്ടമായി തന്നെ വിലയിരുത്തപ്പെടണം. എല്ലാ കാലത്തും അവഗണിക്കപ്പെടുന്ന ഒരു വിഭാഗം ജനത താമസിക്കുന്ന പ്രദേശമാണ് ചോലാറ എന്ന് പറയുന്നത്. അവിടേക്കുള്ള ഗതാഗത സൗകര്യങ്ങളാണെങ്കിലും അതുപോലെ കുടിവെള്ളമാണെങ്കിലും അവിടേക്ക് സ്ട്രീറ്റ് ലൈനിന്റെ സൗകര്യമാണെങ്കിലും എല്ലാം ഈ ഒരു കാലഘട്ടത്തിലാണ് നടന്നത് എന്നുള്ളത് ഉറച്ചു തന്നെ നമുക്ക് പറയാൻ പറ്റണം. കാരണം അവിടെയുള്ള ആളുകൾ ഏറ്റവും ബുദ്ധിമുട്ടിയിരുന്ന ഒരു സാഹചര്യമായിരുന്നു അവർക്ക് കുടിവെള്ളമില്ല എന്നുള്ളത്. പലപ്പോഴും വേനൽക്കാലത്ത് മങ്ങാട് എസ്റ്റേറ്റ് പോലെയുള്ള പ്രദേശങ്ങളിൽ പോയി കൈച്ചുമടായിട്ട് വെള്ളം കൊണ്ടുവന്നിരുന്ന സ്ത്രീകളായിരുന്നു നമ്മൾ ചോലാറയിൽ കണ്ടിരുന്നത് മുഴുവൻ. ആ ഒരു കാലഘട്ടത്തിലാണ് നമ്മളെ ജലജീവനുമായി ബന്ധപ്പെട്ടാണ്ടുള്ള കുടിവെള്ള പദ്ധതികൾ എടവണ്ണ പഞ്ചായത്തിൽ വന്ന സമയത്ത് ആ ഒരു എന്താ പറയുക ഘട്ടത്തിൽ പോലും ചോലാറയിലേക്ക് കുടിവെള്ളം എന്നുള്ള അല്ലെങ്കിൽ ചോലാറയിലേക്ക് കുടിവെള്ളം എത്താൻ കഴിയില്ല എന്നായിരുന്നു അന്ന് പറഞ്ഞിരുന്നത്. അതിന്റെ ഭാഗമായി 40 ലക്ഷം രൂപയോളം ചെലവഴിച്ചുകൊണ്ട് നമ്മുടെ എടവണ്ണ ഗ്രാമപഞ്ചായത്തിന്റെ ആദരണീയായിട്ടുള്ള പ്രസിഡന്റ് അഭിയേട്ടൻ, അദ്ദേഹത്തിന്റെ ഒക്കെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു ചോലാറയിലേക്ക് എന്ത് വന്നാലും കുടിവെള്ളം എത്തിക്കുക എന്നുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് പഞ്ചായത്ത് ഓൺ ഫണ്ട് ചെലവഴിച്ചുകൊണ്ട് 40 ലക്ഷം രൂപ അതിന് വകയിരുത്തുന്നതും. എന്നാൽ ആ 40 ലക്ഷം രൂപ അതിന് അപര്യാപ്തമാണ് എന്നത് കണ്ടതിനാൽ തന്നെ നമ്മൾ തിരുവനന്തപുരത്തും മറ്റൊക്കെ പോയി ഈ ജലജീവൻ മിഷനുമായി ബന്ധപ്പെട്ടും കിഫ്ബി വഴിയും നമ്മൾ 1,60,00,000 രൂപ ചെലവഴിച്ചുകൊണ്ട് നമ്മൾ
4 ടാങ്കുകൾ ഈ ഒരു ഭാഗത്ത് നിർമ്മിച്ചുകൊണ്ട് മോട്ടോർ വഴി വെള്ളം എത്തിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുള്ളതും അതിന്റെ ട്രയൽ റണ്ണ് നമ്മൾ ഭംഗിയായി തന്നെ പൂർത്തീകരിച്ചു. ഈ ഒരു ഇലക്ഷന്റെ ഈ ഒരു ഇത് കഴിയുന്നതോടുകൂടി പൂർണ്ണമായും അവിടേക്ക് കുടിവെള്ളം എത്തിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന സമയത്ത് UDFന്റെ പ്രവർത്തകർ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് കിഴക്കും പടിഞ്ഞാറും തമ്മിൽ ഒരു ഡിസ്ക്രിമിനേഷൻ ഉണ്ട് എന്നുള്ളത്. എല്ലാ കാലത്തും കിഴക്ക് നിന്ന് ഒരു സ്ഥാനാർത്ഥി ജയിച്ചു പോവുകയും 2ാം വാർഡിൽ ജയിച്ചു പോവുകയും പടിഞ്ഞാറേ ചാത്തല്ലൂർ ഭാഗത്തേക്ക് യാതൊരു വികസന പ്രവർത്തനങ്ങളും ലഭിക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞതല്ല, UDFന്റെ പ്രവർത്തകർ തന്നെ അന്ന് പറഞ്ഞതായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു ഡിസ്ക്രിമിനേഷൻ ഇല്ലാതിരിക്കണം എന്നുള്ളത് ഈ ഒരു 5 വർഷ കാലഘട്ടത്തിൽ എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതുപോലെ ഇവിടുത്തെ പാർട്ടിക്കും നിർബന്ധമുണ്ടായിരുന്നു. തീർച്ചയായിട്ടും നമ്മുടെ അഭിയേട്ടനിലൂടെ ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ സാക്ഷാത്കരിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ പറഞ്ഞ എല്ലാ നേട്ടങ്ങളും, ഈ 5 വർഷം നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ നേട്ടങ്ങളും എൻ്റെ മാത്രം നേട്ടമായി അല്ലെങ്കിൽ ഇവിടുത്തെ പാർട്ടിയുടെ നേട്ടമായി മാത്രം വിലയിരുത്താൻ കഴിയില്ല. തീർച്ചയായിട്ടും ഇതുപോലെയുള്ള ഫണ്ടുകളൊക്കെ വരുമ്പോൾ അതിന് അതിന് ചുക്കാൻ പിടിക്കേണ്ടത്, അതിന് കൂടെ നിൽക്കേണ്ടത് ഒരു ഭരണസമിതിയാണ്. ആ ഭരണസമിതിന്റെ തലവനാണ്. തീർച്ചയായിട്ടും എടവണ്ണ ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ കുറെ കാലഘട്ടത്തിൽ ഇവിടെ ചാത്തല്ലൂരിലെ ആളുകൾ ഇത് അർഹിക്കുന്നുണ്ട് എന്നുള്ള തോന്നലോടുകൂടി തന്നെ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾക്ക് കൂടെ നിന്നതുകൊണ്ടും നമുക്ക് നൽകേണ്ട ഫണ്ട് പൂർണ്ണമായും നമുക്ക് ഒരു വിവേചനവും ഇല്ലാതെ തന്നതുകൊണ്ടുകൂടിയാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഈ ഒരു കാര്യങ്ങൾക്കൊക്കെ ചുക്കാൻ പിടിച്ച നമ്മുടെ എടവണ്ണ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് തന്നെ, സൗമ്യനായിട്ടുള്ള നമ്മുടെ അഭിയേട്ടൻ തന്നെ ഇവിടെ 2ാം വാർഡിലേക്ക് എത്തുന്നതിൽ, അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ വളരെയധികം സന്തോഷമുണ്ട്. അദ്ദേഹത്തിന് ഉറപ്പായിട്ടും ഇതിന്റെ തുടർ പ്രവർത്തനങ്ങളുമായി വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നത്. എടവണ്ണയിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഷോറൂം സാറ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, CPA ജംഗ്ഷൻ, CPA കോംപ്ലക്സ്, എടവണ്ണ. സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി, എടവണ്ണപ്പാറ, അരീക്കോട്, മഞ്ചേരി, നിലമ്പൂർ. അരഞ്ഞിക്കൽ ഗ്രാനൈറ്റ് യൂണിറ്റ്, പത്തപ്പിരിയം, എടവണ്ണ. ഞങ്ങളുടെ സഹോദര സ്ഥാപനങ്ങൾ അൽമദീന ഗ്രാനൈറ്റ് മെറ്റൽ, പന്നിപ്പാറ, തൂവക്കാട്. ബ്രദേഴ്സ് ഗ്രാനൈറ്റ് യൂണിറ്റ് മെറ്റൽസ്, പാലപ്പറ്റ. വിജയകരമായ വർഷങ്ങൾ പിന്നിട്ട എടവണ്ണ എമിറേറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി ലോകോത്തര ബ്രാൻഡുകളുടെ വെട്രിഫൈഡ് ഡിജിറ്റൽ ഫ്ലോർ ടൈൽസ്, സെറാമിക് ആൻഡ് വെട്രിഫൈഡ് ഡിജിറ്റൽ വാൾ ടൈൽസ്, ഏറ്റവും മികച്ച ഗുണമേന്മയിലുള്ള ഇന്ത്യൻ ആൻഡ് ഇമ്പോർട്ടഡ് ഗ്രാനൈറ്റുകൾ, പുതിയ മോഡലുകളിലുള്ള സാനിറ്ററി വെയറുകൾ, CP ഫിറ്റിംഗ്സ്, ക്ലാഡിംഗ് സ്റ്റോൺസ്, പാവിംഗ് ടൈൽസ് തുടങ്ങിയവയുടെ വിപുലമായ ശേഖരമാണ് ഒരുക്കിയിരിക്കുന്നത്. Emirates Tiles and Sanitaries, near Sidi Haji Bridge, Nilambur Road, Edavanna. Phone 7034 516831.